ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 500 ml വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് വാനില ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടൻസ് മിൽക്കും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു 3 ഇൻഗ്രീഡിയൻറ്റ് ഐസ്ക്രീമാണ്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഐസും കുറച്ച് വെള്ളവും ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലാണ് ഞാൻ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അത് കാരണം പാത്രം നല്ല തണുത്തിരിക്കുകയും ചെയ്യും, നമ്മുടെ ക്രീം പെട്ടെന്ന് വെള്ളമായി പോകുമെന്നുള്ളൊരു ചാൻസും ഇല്ല. അപ്പം നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ഈ വിപ്പിംഗ് ക്രീം ഒഴിക്കുന്ന സമയത്ത് വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഇത്രയും ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഉള്ളത്. അപ്പം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്ത് വേണം അതിൻ്റെ ഒരു തിക്ക് ക്രീമായിട്ട് നമ്മൾ എടുക്കാനായിട്ട്. ആദ്യമേ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലോ സ്പീഡിലിട്ട് വേണം അത് തുടങ്ങാനായിട്ട്. അതിനുശേഷം പെതുക്കെ നമ്മൾ സ്പീഡ് കൂട്ടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ സ്പീഡ് കൂട്ടി ആദ്യമേ ഒരു 5 മിനിറ്റോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഇതൊന്നൊരു തിക്കായിട്ട് വരാൻ തുടങ്ങും. അതിനുശേഷം 1 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം രണ്ടാമത് വീണ്ടും ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഏകദേശം ഒരു 10 മിനിറ്റോളം എടുത്തിട്ടാണ് ഞാൻ ഇവിടെ ഈ കാണിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ സ്പീഡിൽ ഫാസ്റ്റ് ഫോർവേഡ് ഇട്ടേക്കുന്ന കാരണമാണ് ഇത്രയും സ്പീഡിൽ ഞാൻ ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറേശ്ശെ സ്പീഡ് കൂട്ടി ഈ ക്രീമിനെ നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ വേറൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴും ഈ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ബ്ലേഡ് ഈ ഫുൾ ക്രീമിൽ ഡിപ്പായി കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ ക്രീം എടുക്കാനായിട്ട്. കുറവ് ക്രീം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്കതിനെ ബീറ്റ് ചെയ്തെടുക്കാനും പാടായിരിക്കും. അത് വെള്ളമായിട്ട് പോകാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അത് കാരണം ബ്ലേഡ് എപ്പോഴും മുങ്ങി ആ ഒരു ക്രീമിൻ്റെ അകത്ത് ഡിപ്പായി കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ ക്രീം എടുക്കാൻ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു മിക്സറിൻ്റെ ബ്ലേഡും ആ ഉപയോഗിക്കുന്ന പാത്രവും നമ്മളിത് ഉണ്ടാക്കുന്നതിന് ഒരു 15 മിനിറ്റെങ്കിലും മുമ്പ് നമ്മൾ ഫ്രീസറിൽ വെച്ച് കുറച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ചൂട് കൂടുതൽ ബ്ലേഡ്സിൻ്റെ അകത്തുനിന്ന് ചൂട് കൂടുതൽ ഈ ക്രീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വെള്ളമായി പോകും. അത് കാരണം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഐസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ പാത്രം ഒന്ന് ഇച്ചിരി ഒന്ന് ഐസിൽ ഇരിക്കത്തക്ക രീതിയിൽ നമ്മളാക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ ക്രീം ബീറ്റ് ചെയ്ത് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഉള്ള ക്രീമെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ ബ്ലേഡ് ഒന്ന് മാറ്റി 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെള്ളമായി പോകും. നമ്മൾ സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പം അത് താഴത്തേക്ക് വീഴാത്ത ആ ഒരു രീതിയിൽ വേണം ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടാൻ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അവരവരുടെ മധുരത്തിന് ആവശ്യമായിട്ട് വേണം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഈ ഒരു ഹാഫ് ടീൻ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കത് ഫോൾഡ് ചെയ്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പെതുക്കെ ആ ക്രീമിനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വേണം നമ്മൾ എടുക്കാനായിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ബീറ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഫസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞതുപോലെ തോന്നും, അത് കുഴപ്പമില്ല. അതും ഇതേപോലെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഫോൾഡ് ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു വെക്കുക. അതിനുശേഷം അതൊന്ന് നമുക്ക് അടച്ചു വെച്ച് ഫ്രീസറിൽ ഒരു 3 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം.
ഏകദേശം ഒരു 3 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇത് അടച്ചു വെച്ച സമയത്ത് ഒരു ക്ലിംഗ് റാപ്പും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചാണ് അടച്ചു വെച്ചത്. അപ്പം ഒത്തിരി വെള്ളത്തുള്ളികളൊന്നും അതിലേക്ക് വീഴാതെ ഫ്രീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മുകൾ വശമൊന്നും കട്ട കയറി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഇതിപ്പം ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ മിനിമം ഒരു 8 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഏകദേശം ഒരു 9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് ഒരു സ്പൂൺ വെച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇപ്പം ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ദാണ്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ദാ കണ്ടോ, ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ക്രീമി ടെക്സ്ചറിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ റെസിപ്പി നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.